വയനാട് കൊല്ലിമൂല കോളനിയിലെ കുടിലുകൾ മുമ്പ് ഒഴിപ്പിച്ചിരുന്നു. ഇത് പൊളിച്ചു മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിലിപ്പോൾ നടപടിക്ക് വേണ്ടി വനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കുടിലുകൾ പൊളിച്ചു മാറ്റിയ സംഭവത്തിൽ വനം വകുപ്പ് ഓഫീസിന് മുൻപിൽ ആദിവാസി വിഭാഗത്തിനൊപ്പം ടി സിദ്ദിഖ് MLA പ്രതിഷേധത്തിൽ പങ്കുചേർന്നിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടി എടുക്കാൻ വനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജിൻസ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ജിൻസ്, അങ്ങനെ അവസാനം വനമന്ത്രി ഇപ്പോൾ അന്വേഷണത്തിന് വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് ഈ തിരുനെല്ലി ബേഗൂരിൽ 3 കുടുംബങ്ങളെ, അതായത് 16 വർഷം താമസിച്ചിരുന്ന കൂരകൾ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും BJPയും എല്ലാം തന്നെ ഈ ബേഗൂർ റേഞ്ച് ഓഫീസിലേക്ക് ഉപരോധിക്കുകയുണ്ടായി. ഈ ആദിവാസി വിഭാഗങ്ങൾക്കുള്ള വനാവകാശ നിയമം പോലും പരിഗണിക്കാതെയാണ് ഇത്തരത്തിൽ വർഷങ്ങളായി താമസിക്കുന്ന ഈ കുടുംബങ്ങളെ ഒറ്റ ദിവസം കൊണ്ട് ഇത്തരത്തിൽ അവരുടെ കുടിലുകൾ പൊളിച്ചു നീക്കിയത് എന്നുള്ള ആക്ഷേപത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നത്. ബേഗൂർ കൊല്ലിമൂല പണിയ ഉന്നതിയിലാണ് ഇത്തരത്തിൽ 3 കുടിലുകൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റിയത്. 16 വർഷമായി ഈ കുടുംബങ്ങൾ ഇവിടെ തന്നെയായിരുന്നു കുടിൽ കൊട്ടി താമസിച്ചു വരുന്നുണ്ടായിരുന്നത്. പഞ്ചായത്തിൽ ഈ വീട് ലഭിക്കാൻ വേണ്ടി നിരവധി തവണ അപേക്ഷ നൽകി കാത്തിരിക്കുന്നതിനൊടുവിലാണ് ഇത്തരത്തിൽ വനംവകുപ്പ് ഈ കുടിലുകൾ പൂർണ്ണമായും തകർത്തു കളയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അതിൽ ഒരു കുടുംബത്തിന്റെ വീട് പൂർണ്ണമായും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു വിധവയുടെ കുടിൽ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ 2 കുടുംബങ്ങളുടെ കിടപ്പാടം ഇത്തരത്തിൽ വനംവകുപ്പ് പൊളിച്ചു നീക്കിയിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ BJPയും എല്ലാം തന്നെ ബേഗൂർ സ്റ്റേഷൻ ഉപരോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും സംഭവത്തിൽ മന്ത്രി ഉൾപ്പെടെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ കൽപ്പറ്റ MLA അടക്കം ഈ സ്ഥലത്ത് വന്നുകൊണ്ട് ഒരു പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ച മുതലായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നത്. യൂത്ത് കോൺഗ്രസ് തിരുനെല്ലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ റേഞ്ച് ഓഫീസ് ഉപരോധിച്ചത്. അതുപോലെ തന്നെ BJP തിരുനെല്ലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സമാനമായിട്ടുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും നടത്തുകയുണ്ടായി. എന്തായാലും ഇതിനിടയിൽ പകരം ഇത്തരത്തിൽ ഈ പൊളിച്ചു കളഞ്ഞിരിക്കുന്ന 3 കുടിലുകൾ നിർമ്മിക്കാനായിട്ടുള്ള ശ്രമങ്ങളെല്ലാം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. വയനാട് കൊല്ലിമൂല കോളനിയിലെ കുടിലുകൾ പൊളിച്ചു മാറ്റിയ സംഭവത്തിൽ നടപടിയെടുക്കാൻ വനമന്ത്രി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്നും ജിൻസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.